അവൻ്റെ കൂടെ മക്കളുടെ കൂടെ ഒക്കെ നിങ്ങൾ പോകുമ്പോൾ ചില ലവ് ലാംഗ്വേജുകളുണ്ട്. ആൾക്കൂട്ടത്തിനിടയിൽ നിങ്ങളുടെ ഭാര്യ ഒരു സ്ഥലത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് ഒരു സ്ഥലത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളൊന്ന് കണ്ണിറുമ്മി കാണിക്കുന്നത് നിങ്ങളുടെ ലവ് ലാംഗ്വേജ് ആണ്. നിങ്ങൾ നടക്കുന്ന സമയത്ത് കൈകൾ ഇങ്ങനെ ചേർത്ത് പിടിച്ച്, ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ കൈകൾ ചേർത്ത് പിടിച്ച് നടക്കുന്നത് അതൊരു ലവ് ലാംഗ്വേജ് ആണ്, ഫിസിക്കൽ ലവ് ലാംഗ്വേജ് ആണ്. നെറ്റിയിൽ ഉമ്മ കൊടുക്കുന്നത്, എപ്പോഴും പല കാര്യങ്ങൾക്കും നമ്മൾ നെറ്റിയിൽ ഉമ്മ കൊടുക്കാറുണ്ട് അല്ലേ, ലവ് ലാംഗ്വേജ് ആണ്. ഒരുപാട് ഷോപ്പ് ചെയ്ത് സാധനങ്ങൾ വാങ്ങി അതിന്റെ കൂട്ടത്തിൽ 5 രൂപയുടെ ഒരു മഞ്ച് വാങ്ങിയിട്ട് വരുന്ന സമയത്ത് ആരെയും കാണിക്കാതെ ഭാര്യക്കോ ഭർത്താവിനോ മക്കൾക്കോ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലവ് ലാംഗ്വേജ് ആണത്. ഇനി ഇമോഷണൽ ലവ് ലാംഗ്വേജ് ഉണ്ട്. എന്താണെന്നറിയോ, നമ്മൾ തളർന്നിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ പാർട്ട്നേഴ്സ് പറയുന്നുണ്ടാവും. എങ്ങനെയാണെന്നറിയോ, ഞാൻ ഉണ്ടേ നിന്റെ കൂടെ, നീ പേടിക്കണ്ട കേട്ടോ, ഞാൻ ഉണ്ട് കേട്ടോ, കൂടെ ഉണ്ടേ, പേടിക്കണ്ട. ആ കൂടെ ഉണ്ട് എന്നുള്ളൊരു വാക്ക് നമ്മുടെ ലവ് ലാംഗ്വേജ് ആണ്. ആത്മവിശ്വാസം തരും, കോൺഫിഡൻസ് തരും. ഇങ്ങനെയുള്ള ലവ് ലാംഗ്വേജുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പകർത്താൻ വേണ്ടി ശ്രമിക്കണം. അതിന് പ്രായമൊന്നുമില്ല. കല്യാണം കഴിഞ്ഞ് ഞാൻ 10-20 വർഷമായി, ഇനി എനിക്ക് എന്ത് ലവ് ലാംഗ്വേജ് എന്ന് ചിന്തിക്കണ്ട. അല്ലെങ്കിൽ ഞാൻ കല്യാണം കഴിഞ്ഞില്ല, ഇനി എനിക്കെന്ത് ലവ് ലാംഗ്വേജ് ചിന്തിക്കണ്ട. ഞാൻ കഴിഞ്ഞിട്ട് അത്രേ ആയുള്ളൂ, അങ്ങനെയൊന്നുമില്ല. ഏത് സമയത്തും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ള ലാംഗ്വേജ് ആണ് ലവ് ലാംഗ്വേജ്.